26 അധ്യായം ചാപ്റ്റർ 26, സെക്കൻഡ് ക്രോണിക്കിൾസ് ചാപ്റ്റർ 26. എനിക്ക് ഹോൾ ചാപ്റ്റർ വായിക്കണം, പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ 3, 4, 5 5ൻ്റെ ഫസ്റ്റ് പാർട്ട് വരെ വായിക്കാം. സെക്കൻഡ് ക്രോണിക്കിൾസ് ചാപ്റ്റർ 26 വേഴ്സസ് 3 to 5 വായിക്കുന്നു. ശ്രദ്ധയോടെ കേൾക്കണം. ഉസിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 16 വയസ്സായിരുന്നു. അവൻ 52 സംവത്സരം യെരൂശലേമിൽ വാണു. അവൻ്റെ അമ്മയ്ക്ക് യെക്കൊല്യ എന്നു പേർ. അവൾ യെരൂശലേംകാരിയായിരുന്നു. അവൻ തൻ്റെ അപ്പനായ അമസ്യാവ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന സെക്കരിയാവിൻ്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു. Second Chronicles chapter 26 verses 3 through 5. Uzziah was 16 years old when he became a king, and he reigned 52 years in Jerusalem, and his mother's name was Jechiliah of Jerusalem. He did right in the sight of the Lord according to all that his father Amaziah had done. He continued to seek God in the days of Zechariah, who had understanding through the vision of God, and as long as he sought the Lord, God prospered him. ഈ ചാപ്റ്ററിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് ഇതിൻ്റെ ആരംഭഭാഗം, അതായത് അപ് ടു വേഴ്സ് 16 വരെയുള്ളത് ദൈവത്തെ അന്വേഷിച്ച ഒരു രാജാവിനെ കാണാം. 16 വരെയുള്ള വാക്യങ്ങളിൽ The importance of this chapter is first 16 verses we can see a king who is seeking after God. 17 മുതലുള്ള വാക്യങ്ങൾ, ആ അധ്യായം തീരുന്ന 23 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ദൈവ വഴി വിട്ടുപോയ ഈ സെയിം വ്യക്തിയെ തന്നെ കാണാം. Then verses 17 through 23 we can see the same king who sought the God in the beginning years, who is leaving God and leading his life. വളരെ സീരിയസ് ആയിട്ടൊരു സർമൺ പറയാനായിട്ട് പോവാണ്. I'm going to tell a very serious sermon. എനിക്ക് നിങ്ങളുടെ ശ്രദ്ധ വേണം. 23 വാക്യം വരെ മൊത്തം വായിച്ച് പറയാൻ സമയമില്ല. ഞാൻ ഓരോന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു വിടാം. I need all of your undivided attention, and I'm not going through each verses, but I am going to touch. വളരെ പ്രാധാന്യതയുള്ള നിരവധി ലെസൺസ് ഈ അധ്യായത്തിനകത്തുണ്ട്. There are many important lessons are included in this chapter. ഓൾഡ് ടെസ്റ്റമെന്റ് അതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്, നമ്മളത് എന്തിനാണ് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ, അവരുടെ നല്ല മോഡൽസ് ഉണ്ടെങ്കിൽ നമുക്ക് ലഭിക്കാനും അവർക്ക് പറ്റിയ അബദ്ധം നമുക്ക് പറ്റാതിരിക്കാൻ വേണ്ടി ഇത് നമ്മുടെ ഇൻസ്ട്രക്ഷന് വേണ്ടി എഴുതി വെച്ചിരിക്കുന്നു എന്നാണ് 1 Corinthians 10 നമ്മൾ വായിക്കുന്നത്. 1 Corinthians chapter 10 mentions very clearly that Old Testament passages are written for our instruction. Whichever examples are really good, we can follow, and whichever distractions or whichever bad examples are there, we can avoid in order to avoid the pitfalls in our life. അതുപോലെ തന്നെ നല്ലതാണെങ്കിൽ ഫോളോ ചെയ്യുകയും ചെയ്യണം. We can follow good examples and we can revert from bad examples. ഓൾഡ് ടെസ്റ്റമെന്റ് ഹിസ്റ്ററി വായിക്കുമ്പോൾ ഈ രണ്ട് കാര്യം ദൈവസഭയുടെ മനസ്സിലുണ്ടായിരിക്കണം. അവരുടെ അബദ്ധങ്ങൾ ന്യൂ ടെസ്റ്റമെന്റ് സഭയ്ക്ക് വരരുത്. അവരുടെ നല്ല മാതൃകകൾ നമ്മൾ ഫോളോ ചെയ്യണം. Whenever we read Old Testament, we have to pay very clear attention to follow the good instructions and to not follow the bad examples happen to Old Testament leaders. ഇതൊരു കഥയായിട്ട് കേൾക്കരുത്. ഇത് ഇൻസ്പയർഡ് സ്ക്രിപ്ചർ ആണ് എന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ദൈവത്തിന്റെ സോവറിൻ കൺട്രോളിൽ എഴുതി വെച്ചേക്കുന്നതാണ് ഈ 26 അധ്യായവും. This is not just read it as a story, but this is an inspired scripture of God, which is inspired. The breath of God is throughout the scriptures. നിങ്ങൾക്കറിയാം, സെക്കൻഡ് ക്രോണിക്കിൾസിലും ഫസ്റ്റ് ക്രോണിക്കിൾസിലും ഉള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ അത് രാജാക്കന്മാരുടെ പുസ്തകത്തിലുണ്ട്, തിരിച്ചു പറയുന്നതാണ് നല്ലത്. രാജാക്കന്മാരുടെ പുസ്തകത്തിലെ പല കാര്യങ്ങളും ക്രോണിക്കിൾസിൽ എഴുതി വെച്ചിട്ടുണ്ട്. We can see that many things which is already mentioned in the book of Kings is also mentioned in the book of Chronicles. ഇതേ കാര്യം സെക്കൻഡ് കിങ്സ് ചാപ്റ്റർ 14 and 15 എഴുതി വെച്ചിട്ടുണ്ട്. ഇതേ കാര്യം, the same passage, same incident is written in 2 Kings chapter 19. 13 and 14. The 2 Kings chapter 13 and 14. അവിടെ ഉസിയാവിന് മറ്റൊരു പേരുണ്ട്, അസറിയ എന്നൊരു പേരുടെ നമുക്ക് അവിടെ കാണാം. In 2 Kings chapter 13 and 14 we can see the same incident, but Uzziah was mentioned another name, Asariah. ഇനിയും നമ്മൾ ഈ സംഭവത്തിന്റെ വിശദീകരണത്തിലേക്ക് പോയി
ചില പാഠങ്ങൾ പരിശുദ്ധാത്മാവ് ഈ അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കത് നമ്മുടെ ജീവിതത്തോട് ചേർത്തൊന്ന് ചിന്തിക്കാം. Let us think through the incident with our life and let us think through this incident. 1 മുതൽ 3 വരെയുള്ള വാക്യം വായിച്ചാൽ 52 വർഷം 52 years ഇസ്രയേൽ വാണ ഒരു രാജാവായിരുന്നു ഉസിയാവ്. Uzziah reigned in the king of Jerusalem, as a king of Jerusalem for 52 years. അങ്ങനെ ഇതിന് എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഇസ്രയേലിൽ ഏറ്റവും ദീർഘകാലം വാണതിൽ രണ്ടാമത്തെ കിങ് ആണ് ഉസയ. The second king who reigned longest period of time in the land of Israel. He is Uzziah. യഹൂദയാണ്. ഞാൻ Judah. ജൂദയിലാണ് ആ കാര്യം നടക്കുന്നത്. നോക്കൂ, അങ്ങനെ 16 വയസ്സുള്ളപ്പോൾ രാജാവാകുന്നു. He became a king at the age of 16. 16 വയസ്സുള്ളപ്പോൾ മുതൽ 52 വർഷം ഇസ്രായേലിനെത്താൻ വാഴുകയാണ്. Then Uzziah was 16 years old when he became a king, but he reigned for 52 years in Jerusalem. നമുക്ക് ഇദ്ദേഹത്തിന്റെ ആരംഭകാലത്തിലെ പാർട്ട് 1 ഒന്ന് നോക്കാം. Let us look into the part 1 of Uzziah's life. 4-ാമത്തെ വാക്യം നിങ്ങൾ കണ്ടോ? യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു എന്നാണ് വായിക്കുന്നത്. We can see in verse 4, he did right in the sight of the Lord according to all that his father Amaziah had done. ഒരു രാജാവിനെ പറ്റി എല്ലാ അധികാരവും എല്ലാ സഫിഷ്യൻസിയും കയ്യിലുള്ള ഒരു രാജാവിനെ പറ്റി വായിക്കുകയാണ്. താൻ ദൈവത്തിന് പ്രസാദമായുള്ളത് ചെയ്തു. എത്രയോ നല്ല കാര്യമാണ് ദൈവത്തിന് പ്രസാദമായുള്ളത് ചെയ്തു. A king who has all the power and authority, that king, it is mentioned that king did right in the sight of the Lord according to all that his father taught him. 5-ാമത്തെ വാക്യം നോക്കി. 5-ാമത്തെ വാക്യം, Again we can see ദൈവ ഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന സെക്കരിയാവിന്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു. he continued to see God in the days of Zechariah, who had understanding through the vision of God. 2 പ്രത്യേക കാര്യം ആ 4-ാം വാക്യത്തിനകത്തും 5-ാം വാക്യത്തിനകത്തും ഈ രാജാവിനെ പറ്റിയുണ്ട്. 1, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. 2, ദൈവത്തെ അന്വേഷിച്ചു. 2 things we can see about King Uzziah. First thing is he did right in the sight of the Lord, and the second thing is he continued to see God in the days of Zechariah. അവിടെ ഒരു പേര് നിങ്ങൾ കണ്ടോ? സെക്കരിയാവിന്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു എന്നാണ് വായിക്കുന്നത്. We can see in verse 5, he continued to see God in the days of, a name was mentioned, Zechariah. ഈ സെക്കരിയാവിനെ പറ്റി വേറെ ഒരിടത്തും നമുക്ക് യാതൊരു വിധമായ ഇൻഫർമേഷൻ ലഭ്യമല്ല. This Zechariah was not at all mentioned anywhere throughout this area. ഒരു ഈ കമന്ററി ഒക്കെ എഴുതുന്ന ആളുകൾ പറഞ്ഞേക്കുന്നത് അൺനോൺ പ്രോഫറ്റ് എന്നാണ് സെക്കരിയാവിനെ വിളിച്ചേക്കുന്നത്. വീടറിയാൻ പാടില്ല, നാടറിയാൻ പാടില്ല, ഇദ്ദേഹത്തിന്റെ മറ്റ് ശുശ്രൂഷയെ പറ്റി യാതൊരു വിവരമില്ല. ഹി ഈസ് an unknown prophet. The Bible commentators mentioned that this Zechariah was an unknown prophet because his name or his address was not at all mentioned anywhere. എന്നാൽ ജീവിതം കൊണ്ടും പഠിപ്പിക്കല് കൊണ്ടും മെന്ററിങ് കൊണ്ടും ഒരു രാജാവിന്റെ ജീവിതത്തെ സ്വാധീനിച്ചെന്ന് പറഞ്ഞാൽ ആ പ്രവാചകൻ എത്രയോ ദൈവ മനുഷ്യനായിരുന്നു. But through his life and through his teaching, this prophet is actually influencing a king. His life was so beautiful. ഇനി എല്ലാവരും കേൾക്കണം. സെക്കരിയാവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം എന്നാണെന്നറിയാമോ? ആർക്കും നമ്മളെ അറിയാൻ മേലെങ്കിലും, വലിയ പ്രസംഗകൻ അല്ലെങ്കിലും, വലിയ ശുശ്രൂഷകൻ അല്ലെങ്കിലും, ഒരുവന്റെ ജീവിത മാതൃക കൊണ്ട് അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. We are learning a lesson from this character that no matter whether you are a preacher or an articulate person, but through your simple lifestyle, you can attract and influence other people. നമ്മുടെ മോഡൽ ലൈഫ് എന്നുള്ളത് അത് ഇവാഞ്ചലിസത്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല. ഒരു മനുഷ്യൻ വ്യാഖ്യാനിച്ചത് മോഡൽ ലൈഫ് ഈസ് എ പ്രീ ഇവാഞ്ചലിസം എന്നാണ് പറഞ്ഞത്. Model life is not a substitute, but model Not life, a substitute for a gospel. not a substitute for a gospel, but it is a pre-evangelism. എന്ന് പറഞ്ഞാല് ഈ നമ്മുടെ ജീവിതം നല്ലതായതുകൊണ്ട് ആരും കർത്താവിനെ രക്ഷകനായിട്ട് വിശ്വസിക്കുകയില്ല. പക്ഷെ നമ്മുടെ ജീവിതം ഒരു പ്രീ ഇവാഞ്ചലിസമാണ് ഗോസ്പൽ പറയാനായിട്ടുള്ളത്. മനസ്സിലാവുന്നോ? Model life which cannot change or turn. We cannot give gospel through our model life, but model life is a path to preach the gospel. നമ്മുടെ ജീവിതം
നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ മെന്ററിങ്, നമ്മുടെ സംസാരം അനേകരെ ദൈവത്തെ അന്വേഷിക്കാൻ, അനേകരെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഇടയാക്കി തീർക്കണം. ആർക്കും എക്സ്ക്യൂസ് ഇല്ല. സെക്കരിയാവിനെ ആർക്കും അറിയാൻ മേല. പക്ഷേ ഒരു രാജാവ് തൻ്റെ കാലത്തോളം ദൈവഭയത്തോടെ ജീവിച്ചു. No matter what our lifestyle is, no matter how we are living, but our lifestyle should be a reflection, because we can see here Zechariah, a man of God, through his model life, is influencing a great king. ഈ 5-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ഇപ്പോൾ വായിച്ച വാക്യം തന്നെയാണ്. സെക്കരിയാവിന്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു. He continued to seek God in the days of Zechariah. ഈ ദൈവത്തെ അന്വേഷിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? What is the meaning? Continue to seek God. ദൈവമായിരുന്നു അതിന്റെ ഫോക്കസ് എന്നുള്ളത്. Seeking God means his ultimate focus was തന്റെ God. ചിന്ത, തന്റെ അന്വേഷണം, തന്റെ ആഗ്രഹം, തന്റെ താല്പര്യം എല്ലാം ഓൾവേസ് ഫോക്കസിംഗ് ഓൺ ഗോഡ്. His ultimate focus was on God. വീണ്ടും നമ്മൾ താഴോട്ട് വായിക്കുമ്പം ആ വാക്യങ്ങളെല്ലാം വായിക്കാനായിട്ട് സമയമില്ല. നിങ്ങൾ ഞാൻ ആ പറയുന്ന വാക്യങ്ങൾക്കകത്ത് ചില പദങ്ങളൊന്നും നോക്കിയേ. 5-ാം വാക്യത്തിൻ്റെ ഒടുവിൽ പട്ടണങ്ങൾ പണിയുന്നു. 6-ാം വാക്യത്തിൻ്റെ ഒടുവിൽ ചില കാര്യങ്ങൾ നശിപ്പിച്ച് ചിലത് പണിയുന്നു. 7-ാം വാക്യത്തിൽ അങ്ങനെ തന്നെ. 8-ാം വാക്യത്തിൻ്റെ ഒടുവിൽ കണ്ടോ അവൻ്റെ ഫെയിം മിസ്രൈം വരെ പരന്നു. 9-ാം വാക്യത്തിനകത്ത് അവൻ വലിയ ബിൽഡിങ്ങുകൾ പണിയുന്നു. 10-ാം വാക്യത്തിനകത്ത് അവൻ ഭയങ്കര കൃഷിയിടങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. 11-ാം വാക്യത്തിനകത്ത് വലിയ ആർമിയെ ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഈ 14-ാം വാക്യത്തിനകത്തൊക്കെ വായിക്കുമ്പോൾ പല കാര്യങ്ങൾ നിങ്ങൾ വാക്ക് കണ്ടോ, കവചം, വില്ല്, കവിണക്കല്ല് എന്നിവ ഉണ്ടാക്കുന്നു. 15-ാമത്തെ വാക്യത്തിനകത്ത് വളരെ മനോഹരമായൊരു കാര്യമുണ്ട്. അവൻ യന്ത്രങ്ങൾ യെരൂശലേമിൽ തീർപ്പിച്ചു എന്നൊരു പദമുണ്ട്. നിങ്ങൾ കണ്ടോ? ഇന്നേക്ക് 2500 വർഷം മുമ്പ് യന്ത്രം ഉണ്ടാക്കിയ മനുഷ്യന്റെ പേരാണ് ആര്? ഉസിയാവ്. ഇനി നിങ്ങൾ പറ, ഇത്രയും പ്രോസ്പറായ, ഇത്രയും ദൈവത്തെ അന്വേഷിച്ചത് കൊണ്ട് ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട വേറൊരാളെ നമ്മൾ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ കാണുന്നേ ഇല്ല. Amen. We can see this man was such a prosperous man. Throughout verses 6 through 15, we can see he was building so many things and he was demolishing so many idols. And in verse 15 specifically it was mentioned like this: in Jerusalem he made engines of war invented by skillful men to be on the towers. ഇനി നിങ്ങൾ 15-ാമത്തെ വാക്യത്തിന്റെ ഒടുവിൽ തീരുന്ന കണ്ടോ, അവന്റെ ശ്രുതി മിസ്രൈം വരെയല്ല, ബഹുദൂരം പരന്നു എന്ന് പറഞ്ഞാൽ അയൽവക്കത്തെ രാജ്യങ്ങൾക്കെല്ലാം അറിയാമായിരുന്നു ഒരു രാജാവ് യഹൂദയിൽ വാഴുന്നുണ്ട്. അവന്റെ പേര് ഉസിയാവ് എന്നാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. Amen. Throughout we can see in that verse 15 his famous was being spread afar, so that everyone knew that a skillful king was reigning in Jerusalem. ഇനി ഞാൻ വിഷയത്തിൽ നിന്ന് വിട്ടൊരു കാര്യം പറയാം. ഒന്ന് നോക്കിയേ, ഈ ഉസിയാവിനെ നമുക്ക് വേറെടുത്ത് പരിചയമുണ്ട്. എവിടെ നിന്നറിയാം? യെശയ്യാവ് 6-നകത്ത് ഉസിയാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും ഈ എന്താണെന്നറിയാമോ, കർത്താവ് ഉയർന്നും പൊങ്ങിയിരിക്കുന്നിടത്ത് ഈ ഐസയ ആ വിഷം കാണാൻ എന്നാ കാര്യം എന്നറിയാമോ? And we can see this Uzziah is being repeated in the prophecy of Isaiah chapter 6. We can see there in the year of King Uzziah's death. What is the reason there? It is mentioned as the death of Uzziah. അല്ല, ഉസിയാവ് മരിച്ചപ്പോൾ ദൈവത്തെ കണ്ടത് എന്തുകൊണ്ടാണ്? Okay. Why? When Uzziah died, at that time prophet Isaiah was saying, Lord. എനിക്ക് നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് പുറത്തല്ലേ സ്നേഹമുള്ളൂ, അകത്തില്ലല്ലോ. നിങ്ങൾ എല്ലാവരും പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഓൾഡ് ടെസ്റ്റ്മെന്റ് പ്രസംഗിക്കണം, ഞാൻ വരിക. എനിക്കറിയത്തില്ല, ഞാൻ എങ്ങനെ വായിച്ചാൽ ഇങ്ങനെ മാത്രമേ ഈ പുസ്തകം മനസ്സിലാവുള്ളൂ. ഇതിനകത്ത് രസകരമായ കാര്യം എന്നറിയോ, ഉസിയാവ് മരിച്ചപ്പം ഉയർന്നിരിക്കുന്ന ദൈവത്തെ ആര് കണ്ടു? അതിന്റെ അർത്ഥം എന്നറിയാവോ? ഈ യെശയ്യാവൊക്കെ ഓർത്തത് ഇത്രയും വലിയൊരു രാജാവ് മരിച്ചാൽ ശത്രുരാജ ഞങ്ങൾ എന്ത് ചെയ്യും? ആക്രമിക്കാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. കാരണം അത്ര ഫേമസ്, അത്ര ഹോൾഡ് ഉള്ള ആള് മരിച്ചിരിക്കുക. അന്നേരം യെശയ്യാവാണ് നോ 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 നോ, അതിന്റെ മേളിലും വാഴുന്ന ഒരു ദൈവമുണ്ട്. അതാണ് ആ ദർശനത്തിന്റെ പ്രത്യേകത. Hallelujah. When King Uzziah died, maybe the people around that kingdom thought that he was such a marvelous big king. When he was dead, then there is no help for us. But at that time, prophet Isaiah wants to remind them that there is a King of kings and a Lord of lords is reigning. That is the reason in the year of King Uzziah's death that prophet
prophet was seeing, the Lord was sitting on the throne. അതുകൊണ്ട് ആരും നമ്മളെ സഹായിച്ചില്ലെങ്കിലും Amen. സഹായിക്കുന്നവരൊക്കെ നമ്മളെ കൈവിട്ടു പോയാലും അതിന് മേളിൽ ഇരുന്നരുളുന്ന ഒരു നാഥനുണ്ട് എന്ന കാര്യമാണ് യെശയ്യാവ് കണ്ടതിന്റെ ഒരർത്ഥം. The true meaning is, if there is no one to help you, no one to give anything to you, but always think that there is a King of Kings and Lord of Lords is reigning, and he is always sitting on the throne. ഈ 26ലേക്ക് ചാപ്റ്റർ 26ലേക്ക് വേഗം മടങ്ങി വന്നാൽ നമുക്കറിയാം ഇവന്റെ ഈ ഉസിയാവിന്റെ all his success came from seeking after God. ദൈവത്തെ അന്വേഷിച്ചത് കൊണ്ടാണ് ഈ അനുഗ്രഹങ്ങൾ മുഴുവൻ ഉസിയാവിന് ലഭിച്ചത്. We can see very clearly that all throughout the chapter we can see all the prosperity King Uzziah was gaining only because King Uzziah was following God. അതിനകത്തൊരു പാഠം, ഒന്നാമത്തെ പാഠം, there is a great blessing seeking after God. Amen. എല്ലാവരോടും പറയാം, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവവചനത്തിലെ അനുഗ്രഹങ്ങൾ ഉണ്ടെന്നുള്ള പാഠമാണ് ഈ ഭക്തന്റെ ആരംഭകാല ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. There is a great blessing seeking after God. Amen. The first years of King Uzziah was teaching a lesson that there is a great blessing if we truly fear and seek God. ഒരു പ്രത്യേക പദം 15ാം വാക്യത്തിനകത്തുണ്ട്. ഇംഗ്ലീഷിൽ വളരെ മനോഹരമാണ്. ദൈവം എങ്ങനെയാണ് ഉസിയാവിനെ സഹായിച്ചത് എന്നൊരു വാക്കാണ് അവിടെ ഉള്ളത്. അവൻ പ്രബലനായി തീരുവാൻ തക്കവണ്ണം അതിശയമായി അവന് സഹായം ലഭിച്ചത് കൊണ്ട്. കണ്ടോ, മാർവലസ് ആയിട്ട് ഇങ്ങനെ ഒരു പദം ഓൾഡ് ടെസ്റ്റ്മെന്റിൽ വേറൊരാളെ പറ്റി പറയാനായിട്ടില്ല. അതിശയകരമായി, മാർവലസ് ആയി, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനപ്പുറത്തായി ദൈവം കൊടുത്ത സഹായത്താലാണ് ഉസിയാവ് ഈ നിലയിലായത് എന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം. We can see here, there is a very specific phrase is used in verse 15. He was marvelously helped until he was strong. The reason is the great blessing is coming only because he seeked after God. നിങ്ങൾ 7ാം വാക്യത്തിനകത്ത് അതേ ഒരു പദമുണ്ട്. ദൈവം ഫെലിസ്ത്യർക്ക് ചില സ്ഥലങ്ങൾ പറഞ്ഞിട്ട് പറയുകയാണ്, ദൈവം അവനെ സഹായിച്ചു. പദം കണ്ടോ, ദൈവം അവനെ സഹായിച്ചു. 15ാം വാക്യത്തിനകത്ത് ദൈവം സഹായിച്ചെന്ന് മാത്രമല്ല, വളരെ മാർവലസ് ആയിട്ട് ദൈവം അവനെ സഹായിച്ചു. അതുകൊണ്ടാണ് മറ്റു വാക്യങ്ങളിലൂടെ വായിക്കാം, അതുകൊണ്ട് he became exceedingly strong. And we can see in this chapter, in several areas, he seeked God. That is the reason he got all the blessings. Praise the Lord. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എങ്ങനെയാണ് ഇത്രയും കാര്യം നടന്നതെന്നറിയാവോ? ദൈവത്തിൻ്റെ കരുണ കൊണ്ട് മാത്രമാണ്. ഉസിയാവ് കഴിവുള്ളതായതുകൊണ്ടല്ല തൻ്റെ സ്തുതി പരന്നത്, ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. ദൈവം അവനെ സഹായിച്ചെന്ന് മാത്രമല്ല, ദൈവം അവനെ അതിശയകരമായിട്ട് സഹായിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അതിശയകരമായ സഹായം കൊണ്ട് മാത്രമാണ്. In this chapter, we are learning a big lesson. King Uzziah was being helped by God because he seeked God, and because of his seeking after God, great blessing came, and he was marvelously helped until he seeked God. ഇത് എത്ര കാലം വരെ ലഭിച്ചെന്നറിയാമോ? ദൈവത്തെ അന്വേഷിച്ച കാലത്തോളം. Until he seeked God, God helped him, and he was helped marvelously. ഈ 5ാം വാക്യത്തിനകത്ത് നമ്മളിപ്പോ പല പ്രാവശ്യം വായിച്ചു. സെഖര്യാവിന്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചെന്ന് വായിച്ചാൽ, ദൈവത്തെ അന്വേഷിച്ചു എന്നത് അല്പം കൂടി നല്ലൊരു ട്രാൻസ്ലേഷൻ കൊടുത്തേക്കുന്നത് ലോർഡ് ജഹോവ വാസ് ഓർഗനൈസിങ് ഓൾ ഹിസ് വേസ് എന്നാണ് ഒരു ട്രാൻസ്ലേഷൻ. ദൈവം, യഹോവയായ ദൈവം തന്നെ അന്വേഷിച്ച കാലത്തോളം തന്റെ എല്ലാ വഴികളെയും ക്രമപ്പെടുത്തി. അതാണ് അതിന്റെ ഒറിജിനൽ ട്രാൻസ്ലേഷൻ. The original translation is Jehovah. Lord Jehovah was organizing all his ways. Amen. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആ വാക്യം വളരെ നേരം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. ദൈവം നമ്മുടെ വഴികളെ ഓർഗനൈസ് ചെയ്യുന്നു, ദൈവം നമ്മുടെ വഴികളെ ക്രമീകരിക്കുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ യാത്രയിൽ പ്രയാസം കൂടാതെ പോകാം എന്നതല്ലേ എൻ്റെ അർത്ഥം. Hallelujah. Here we can see Lord Jehovah was organizing everything for King Uzziah. If God is there, we can move freely.
Praise the Lord. ദൈവമായിട്ടുള്ള നമ്മുടെ കൂട്ടായ്മ ശരിയാണെങ്കിൽ Amen. He will organize our ways. Amen. ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം ശരിയാണെങ്കിൽ Hallelujah. കർത്താവ് നമ്മുടെ വഴികളെ Hallelujah. ഓർഗനൈസ് ചെയ്യും. ആ വഴിയിൽ ആരിരുന്നാലും നമ്മളെ ആക്രമിക്കാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. അവിടുത്തെ അനുവാദം കൂടാതെ ഒന്നും സംഭവിക്കുന്നില്ല. Without God's permission, nothing will happen, and we need to have a strong and clear communication with God. If we have that, then our Lord Jehovah will organize everything appropriately. ഒരു ഭക്തൻ പറഞ്ഞ വാചകം ഇതാണ്: If you take care of your relationship and your fellowship with God, Amen. God will take care of all the business in your life. Amen. നാം ദൈവത്തിന്റെ വഴികളെ അന്വേഷിച്ചാൽ, ദൈവത്തിന് പ്രസാദമായുള്ളത് ചെയ്താൽ, അവൻ നമ്മുടെ വഴികളെ ഉറപ്പായിട്ടും ഓർഗനൈസ് ചെയ്യും. അവൻ നമ്മുടെ വഴികളെ ക്രമീകരിക്കും. ദൈവത്തിന് സ്തോത്രം. Hallelujah. If we truly follow after God, and if we truly keep the strong relationship with God clearly, then our God, Lord Jehovah, will organize our way straight. അതിന്റെ ഓർഡർ കണ്ടോ? ആദ്യം ദൈവത്തെ പ്രസാദിപ്പിച്ചു, പിന്നെ ദൈവത്തെ അന്വേഷിച്ചു. അതിന്റെ റിസൾട്ട് ആണ് God organized all his ways. Amen. There is a pattern we can see there. First, he did right in the sight of the Lord, and then secondly, he continued to seek God in the days, and then God organized, or everything organized in the specific way for him. മാത്യു 5 നമുക്ക് പരിചയമുള്ളൊരു വാക്യല്ലേ, മുമ്പേ അവന്റെ രാജ്യവും നീതി എന്ത് ചെയ്യണം? Seek first the kingdom of God. അതോടുകൂടെ ഇതൊക്കെ ഓർഡർ കണ്ടോ? അവനെ പ്രസാദിപ്പിക്കുക, അവനെ അന്വേഷിക്കുക, അവനെ ഫോക്കസ് ചെയ്യുക. God will organize all your ways. Amen. In New Testament, Matthew 6:33, we can see, seek ye first the kingdom of God, and all the things shall be added to you. പ്രിയപ്പെട്ടവരെ, എത്ര സന്തോഷമായിരിക്കും ദൈവം ഓർഗനൈസ് ചെയ്യുന്ന ഒരു ലൈഫാണ് നമ്മുടേതെങ്കിൽ. Hallelujah. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ദൈവമാണ് ക്രമീകരിക്കുന്നതെങ്കിൽ എത്ര സന്തോഷമായിരിക്കും. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ അന്വേഷിക്കാം. ദൈവമായിരിക്കട്ടെ നമ്മുടെ ഫോക്കസ്. ദൈവത്തെ പ്രസാദിപ്പിക്കാം. God will organize all your ways. Hallelujah. How beautiful and how pleasant will be our life on this earth if we start to seek God, and if we start to continue to walk with God, then God will start to organize our life in a smooth way. വളരെ പ്രധാനപ്പെട്ട കാര്യം എന്നാ പറയാ? He did not seek after prosperity, അല്ലേ? And താൻ സമൃദ്ധിയെ അല്ല അന്വേഷിച്ചത്. He seek after God. the king, when he became prospered, he didn't follow after the prosperity, but he followed after the King of Kings. പരിചയമുള്ള ഒരു പദമല്ലേ പ്രോസ്പെരിറ്റി ഗോസ്പൽ? അതിന്റെ പ്രശ്നം എന്നാണെന്നറിയാമോ? ഒറ്റ പ്രശ്നമുള്ളൂ. അത് മതിയില്ല, എന്തിനാ ഒത്തിരി? ഒറ്റ പ്രശ്നം. There is only one problem which is very familiar to each one of us. There is a phrase, prosperity gospel. What is the problem? ഒറ്റ പ്രശ്നമുള്ളൂ. Their focus is not God. Their focus is prosperity. അത് കിട്ടാൻ വേണ്ടി ദൈവത്തെ എന്ത് ചെയ്യുക? Amen. വ്യത്യാസം കിട്ടിയോ? ഇവിടെ ഉസിയാവ് ചെയ്തത്, ഉസിയാവിന്റെ ഫോക്കസ് ഗോഡായിരുന്നു. Amen. അതോടുകൂടെ എല്ലാം എന്ത് ചെയ്യുക? വരൂ. പക്ഷെ അവിടെ നേരെ തിരിച്ചാണ്. ഫോക്കസ് പ്രോസ്പെരിറ്റി ആണ്, കൂടെ ദൈവം. വ്യത്യാസം കിട്ടിയോ? ഒറ്റ തെറ്റേ ഉള്ളൂ. There is only- എന്തിനാ ഒത്തിരി തെറ്റ്? There is only one problem with the prosperity theology. That is the biggest problem. The problem is their focus is not God, but their focus is prosperity. But here, King Uzziah's focus is not prosperity, but only God. നമുക്ക് ഇങ്ങനെ അങ്ങ് തിരിയാല്ലേ? ഇവിടെ പ്രോസ്പെരിറ്റി ഗോസ്പലുകാർക്ക് ഇവിടാണ് തിരിഞ്ഞു പോയത്. മനസ്സിലാവുന്നോ? We can take a turn over here. ടിവിയിലൊന്നും കാണാറില്ലേ? അവരുടെ ഫോക്കസ് എന്താ? പ്രോസ്പെരിറ്റിയാണ്. അവരുടെ ലക്ഷ്യം എന്നാ? അവർ ടെസ്റ്റ് മണി പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഞങ്ങള് ഇന്ന പ്രശ്നം മാറാൻ വേണ്ടിയാണ് കർത്താവിനെ എന്ത് ചെയ്തത്. നമ്മൾ കർത്താവിനെ വിളിക്കുക, പ്രശ്നം കർത്താവ് എന്ത് ചെയ്യുക? ഓർഡർ പിടിയിട്ടോ? സീക്ക് ആഫ്റ്റർ ഗോഡ്. Amen. ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ പ്രോസ്പെരിറ്റി വിൽ ഫോളോ യു. അതാണ് ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ. Hallelujah. പക്ഷേ നേരെ തിരിഞ്ഞു പോകരുത്. അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്തത് വരുന്നുണ്ട്. അവരവർ തന്നെ ശ്രദ്ധിച്ചാൽ അറിയാൻ ഞാനത് പറയുന്നുണ്ടോ എന്നുള്ള കാര്യം. Hallelujah. The prosperity theology and our belief, the main problem is their focus is prosperity, and because of the prosperity only they are coming and they are seeking God. But our only focus and strong and main focus should be not prosperity but God, and if God allows prosperity, let it follow. ഒരാൾ പറഞ്ഞൊരു വാചകമാണ്, ഡോണ്ട് കോൾ അപ്പോൺ ഗോഡ് ഫോർ പ്രോസ്പെരിറ്റി, കോൾ അപ്പോൺ ഗോഡ് ഫോർ ഹു ഹി ഈസ്, ആൻഡ് ദെൻ പ്രോസ്പെരിറ്റി വിൽ കം ആഫ്റ്റർ യു. Amen. Hallelujah. Praise the Lord. Praise the Lord. Hallelujah. നല്ലൊരു വാക്യല്ലേ 23-ാം സങ്കീർത്തനം? നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും
ആരാന്നറിയാം? ഒറ്റ കാര്യമുള്ളൂ, യഹോവ എൻ്റെ ഇടയനാണെങ്കിൽ, അതാണ് എൻ്റെ ഉത്തരവാദിത്വം അവിടെയാണ്. യഹോവ എൻ്റെ ഇടയനാണെങ്കിൽ എൻ്റെ കാര്യങ്ങളെ നടത്തി നൽകുന്ന ഒരിടയനുണ്ട്. അതാണ് നമ്മുടെ പ്രോസ്പെരിറ്റി. One good example is Psalms 23. Here we can see the author was saying that the Lord is my shepherd. That's why he is concluding that chapter by saying that now goodness and mercy shall follow me all the days of my life, and I will dwell in the house of the Lord. 7-ാം വാക്യത്തിനകത്ത് ശത്രുക്കളുടെ വിജയം അല്ലേ? അതാണ് 7-ാം വാക്യം. And we can see now coming back to chapter 26, 2 Chronicles chapter 7, verse 7. God helped him against his enemies. അതിൻ്റെ അർത്ഥം എന്നാ? നമ്മളോടുള്ള ബന്ധത്തിൽ എങ്ങനെ? നമുക്ക് 3 ശത്രുക്കളുള്ള, എല്ലാവരും ചെവി തുറന്ന് കേട്ടണം, 3 ശത്രുക്കൾ: ലോകം, ജഡം, പിശാച്. Let us all open our ears. അടുത്തിരിക്കുന്ന ആൾ നമ്മുടെ ശത്രു അല്ല. എല്ലാവരും മനസ്സിലാക്കിയല്ലോ? അങ്ങനെ പരിപാടി നമുക്കില്ല. Amen. Let us open our ears and listen carefully. We all, as a child of God, we have 3 enemies: the world, the flesh, and Satan. ഇതിനെ എങ്ങനെ ജയിക്കാം? How can we ദൈവത്തെ അന്വേഷിച്ചാൽ മതി. seek after ദൈവത്തെ God? ഫോക്കസ് ചെയ്താൽ മതി. Seek He will God. organize our ways. Amen. God will organize our way if we seek after God. ഇനിയും പറയാൻ പോകുന്ന കാര്യമാണ് ഇതിന്റെ 2-ാം പാർട്ട്. വെരി സീരിയസ്. ശ്രദ്ധിച്ച് കേട്ടോണം. The second part is the most important part, and listen carefully. ഇതുവരെ സന്തോഷമുള്ള കാര്യമായിരുന്നു അല്ലേ? Until now, it is very pleasant and soothing to hear. 16-ാമത്തെ വാക്യം എല്ലാവരും വേദപുസ്തകത്തിൽ നോക്കിയേ. സെക്കൻഡ് പാർട്ട് ഓഫ് ഹിസ് ലൈഫ്. 16-ാമത്തെ വാക്യം. Second part of his life, King Uzziah, 2 Chronicles chapter 26 verse 16. ഇതുവരെ സമൃദ്ധി മാത്രമായിരുന്നു, നന്മ മാത്രമായിരുന്നു, ദൈവപ്രസാദമുള്ളത് മാത്രമായിരുന്നു. പക്ഷേ 16-ാം വാക്യം: എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായി നിഗളിച്ചു. But when he became strong, his heart was so proud that he acted corruptly, and he was unfaithful to the Lord his God. ഞാൻ പറഞ്ഞല്ലോ, ദാവീദ് രാജാവ് കഴിഞ്ഞാൽ ഇത്രയും ഫേമസ് ആയ ഒരു കിങ് യഹൂദയിലില്ല, ഇസ്രായേലിലില്ല. In the land of Judah, after King David, this much famous king, we cannot see anywhere else any other king than King Uzziah. എന്നാൽ എല്ലാവരും കേട്ട് ഈ രാജ്യത്തൊക്കെ സുഖമായിട്ട് ജീവിക്കല്ലേ? എന്ന കാര്യങ്ങളൊക്കെ നടന്ന് എല്ലാം സെറ്റിലായി കഴിഞ്ഞപ്പം ഹൃദയത്തിനകത്ത് നിഗളം. But once he became prospered and he became famous, he became strong, his heart became proud. ഇടയ്ക്ക് കർത്താവ് നമുക്കിട്ടൊരു തല്ലും ഞുള്ളും ഒക്കെ തരുമ്പോൾ ഓർത്തോണം, എവിടൊക്കെയോ നമ്മളെ ശരിയാക്കാനായിട്ട് കർത്താവിന് ഉണ്ടെന്നുള്ളതാണ് കേട്ടോ. Hallelujah. Whenever we are touched by trials or problems, just listen to God. He tries to call us. ഈ മെറ്റീരിയൽ പ്രോസ്പെരിറ്റിയുടെ ഭയങ്കര അപകടം എന്നാന്നറിയാമോ? ഭയങ്കര അപകടം. There is a great danger in material ചെവി prosperity. തുറന്ന് കേട്ടോണം. മെറ്റീരിയൽ പ്രോസ്പെരിറ്റി has the potential to make you proud. Amen. And overstep your boundaries. Amen. Material blessing, the greatest danger of material blessing is it will make you very proud and it will make you go. Overstep your boundary എന്ന് പറഞ്ഞാൽ ദൈവം നമുക്കെല്ലാം ഒരു അതിർത്തി വെച്ചിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാം. ആ ദൈവവചനം വായിക്കുന്ന സകലർക്കും അറിയാം. എനിക്ക് ഒരു വരി ഇട്ടിട്ടുണ്ട്, അതിനപ്പുറം പോകാൻ പറ്റുകയില്ല. പക്ഷേ മെറ്റീരിയൽ പ്രോസ്പെരിറ്റിയുടെ കുഴപ്പം, എൻ്റെ അകത്ത് നിഗളം വന്നു കഴിയുമ്പോൾ I will overstep my boundaries. God always puts certain boundaries. All the children of God know we all have certain set of boundaries. But the greatest danger of material blessing is we all have a tendency to cross the boundaries set by God. നമ്മളിങ്ങനെ ജയിച്ച് നിൽക്കുമ്പോഴാണ് തോക്കുന്നത്. മനസ്സിലാവുന്നു? Hallelujah. Whenever we feel that we are victorious, at that time we start to fail. Point of victory is also be a point of failures. Amen. Hallelujah. നമ്മളിങ്ങനെ ഇത് മെറ്റീരിയൽ കാര്യത്തിൽ മാത്രമല്ല, ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാർക്ക് ഭയങ്കര അപകടമുണ്ട്. ശ്രദ്ധിച്ചോണം. അതായത് ഞങ്ങളിങ്ങനെ ഭയങ്കര പ്രസംഗമൊക്കെ നടത്തി അങ്ങോട്ട് ചെല്ലുമ്പം ഈ ആത്മീയ നിഗളം എന്നൊരു സാധനമുണ്ട്. അപകടമാണ് ഭയങ്കരം. There is a spiritual pride that is really a great danger. എന്നാ സ്പിരിച്വൽ പ്രൈഡ്? പറയാം. What is spiritual pride? ഞാനും കർത്താവും തമ്മിൽ ഭയങ്കര അടുപ്പം, നിങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. ഇങ്ങനെ പറയുന്ന ആൾക്കാരെ കേട്ടിട്ടില്ലേ? ചിലവരോട് ശ്രദ്ധിച്ചാൽ മതി, ഉപദേശിക്കാൻ പറ്റിയല്ല അവന്മാരെ. There are അങ്ങനെയുള്ളവരെ ഓർത്തോണം.
ഹൃദയത്തിനകത്ത് കുഴപ്പമുണ്ട്. നിഗളമാണ് അതിന്റെ കാരണം. There are certain people, they are really proud, and we cannot instruct them or we cannot teach them to change. They are bearing a pride in their heart. That's why they are not teachable. അവിടുത്തെ ഏറ്റവും വലിയ അപകടം എന്നാണെന്നറിയാമോ? നിഗളം എവിടെ തുടങ്ങുന്നതെന്നാ വായിച്ചേ? In heart. അവന്റെ ഹൃദയത്തിൽ. Where did this pride feeling start? It started in his heart. ഇത് പുറത്താദ്യം കാണുകയില്ല. This feeling cannot be seen outwardly. പക്ഷെ ഇതിന്റെ അപകടം എന്നാണെന്നറിയാമോ? അകത്ത് വരുമ്പോഴേ ഇതിനെ മാറ്റിയില്ലെങ്കിൽ തമ്പുരാൻ ഇത് പുറത്തു വരാനായിട്ട് അനുവദിക്കും. If we didn't remove, once the feeling came into our heart, if we didn't remove that, God will allow to come out this feeling. നിങ്ങളൊക്കെ പ്രോബ്രോസ് വായിക്കുന്നതാണല്ലോ, സദൃശവാക്യം വായിക്കുന്നവരല്ലേ ഇതിനകത്തിരിക്കുന്നവരല്ല. അതിനകത്ത് യഹോവ വെറുക്കുന്ന 7 കാര്യത്തെ പറ്റി വായിക്കുന്നുണ്ട്. We are all familiar with the passage in Proverbs. God hates 7 things. He mentioned. അതിനകത്തൊരു ഭയങ്കര പവർഫുൾ ആയ വാക്കുണ്ട്. എന്നാ അറിയാമോ? ഗർവമുള്ള കണ്ണ്, a proud look. Amen. God hates. One of them is a proud look. നമ്മൾ ചുമ്മാ യഹോവ എടുക്കുന്ന അല്ലെങ്കിൽ ഈ സദൃശവാക്യം വായിക്കുമ്പം യഹോവ വെറുക്കുന്ന വേറൊരു കാര്യമുണ്ട്, ഗർവമുള്ള കണ്ണിങ്ങനെ വായിച്ച് പോവുക. അവിടെ നിർത്തി നോക്കിയേ, യഹോവ വെറുക്കുന്ന ഒരു കാര്യം, എ പ്രൗഡ് ലുക്ക്. We can see here in Proverbs chapter 6 verse 17. There are 6 things which the Lord hates. First thing is haughty eyes. അങ്ങനെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, തുടക്ക ഹൃദയത്തിലാണ്. The beginning is inside our heart. അത് കണ്ണിലൂടെ പുറത്തു വരുന്നു. It will come outside through അത് our eyes. അടുത്ത സ്റ്റെപ്പ് വായിലൂടെ പുറത്തു വരുന്നു. The next is coming out as a lie. അത് പിന്നെ നമ്മുടെ ബിഹേവിയറിന്റെ ഭാഗമാകുന്നു. Then it became a behavioral part. ബൈബിളിനകത്ത് ദൈവം എതിർത്ത് നിൽക്കുന്ന ഒറ്റ ഭാവമുള്ളൂ, നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു. There is only one and only one sin. God clearly states in the book of Bible, God resists the proud. വേറെ ഏതെങ്കിലും വാക്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ദൈവം എതിർത്ത് നിൽക്കുന്ന ഭാവം? But can you see anywhere else God is resisting anything else? കള്ളന്മാരോട് കുഴപ്പമില്ല, പാപികളോട് കുഴപ്പമില്ല, God is not against thieves or sinners. തെറ്റായിട്ട് ജീവിക്കുന്നവരോടൊന്നും കർത്താവിന് കുഴപ്പമില്ല. പക്ഷെ നിഗളിയോട്, that verse is repeating 2 times in New Testament. Amen. God is actually not against thieves or sinners, but 2 times in New Testament repeated, God resists the proud. പ്രിയപ്പെട്ടവരായ പാവിയോടും കൊലപാതകന്മാരോടും ഒന്നും കർത്താവിന് എതിർപ്പില്ല. പക്ഷെ നിഗളിയോട് എതിർപ്പെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? വാട്ട് ഇസ് ദ മീനിങ്? What is the meaning? God resists the proud. അതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ. പാപിയോട് പറയാ, സഹോദര നീ മാനസാന്തരപ്പെടണം, സുവിശേഷം കേൾക്കണം, വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ അവന് മനസ്സിലാവും. എന്നാ നിഗളിയോട് പറഞ്ഞാൽ അവൻ കേൾക്കില്ല. മനസ്സിലാവുന്നോ? ഇത് ആത്മീയത്തിലും അപകടമാണ്. Hallelujah. ഞാൻ എന്തോ വലിയ ആത്മീയനാണെന്ന് ആർക്കെങ്കിലും തോന്നലാണെങ്കിൽ ഓർത്തോണം, കർത്താവിന്റെ പരിജ്ഞാനത്തിൽ നമ്മൾ ആരും എങ്ങും എത്തിയിട്ടില്ല. എന്താ ആത്മീയത്തിൽ? ക്രിസ്തു എന്ന തലയോളം വളരണം. ഞാൻ WPC പറഞ്ഞൊരു വാചകമാണ്, ക്രിസ്തു എന്ന തലയോളം വളരാൻ. അതാണ് നമ്മുടെ മെഷറിംഗ് റോഡ്. എന്തിനാ ആ മെഷറിംഗ് റോഡ് വെച്ചേക്കെന്ന് അറിയാമോ? ലോകത്തിലാർക്കും അവിടെ വരെ എത്താൻ കഴിയത്തില്ല. എന്നും എനിക്ക് ഒരു ക്രേവിങ് അതിനോട്, അങ്ങനെ ആകാൻ ഒരു വേദനയും ആഗ്രഹവും ഉണ്ടാകാൻ വേണ്ടിയാണ് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരളവ് വെച്ചേക്കുന്നത്. മനസ്സിലാവുന്നോ? God put a measuring rod. We have to be like Christ. Then only we will be spiritually mature. So no one can be spiritually proud about their spiritual character. Point of victory is also be a point of failure. Amen. Hallelujah. അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഓർത്തോണം, അപകടമാണ്, ദുരന്തമാണ്. ഹൃദയത്തിനകത്ത് ഇതുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെ ബോധ്യം തരുമ്പോൾ ഇത് മനസ്സിലാക്കി ഏറ്റുപറയാൻ തയ്യാറാകണം. Hallelujah. If anyone started to have a spiritual pride in their heart, this is actually a warning to you and me, and remove that spiritual pride from our heart, because God is giving us a warning. ദൈവം വെറുക്കുന്നു God resists. God hates a haughty eye. വായിക്കാൻ സമയമില്ല. ലൂസിഫറിന്റെ വീഴ്ച വായിക്കുന്ന ഞാൻ പുള്ളി ഒന്നും ചെയ്തില്ല. ഐസയ്യ 14 അവിടെ ഒരു പ്രയോഗമുണ്ട്, എന്നവൻ ഹൃദയത്തിൽ പറഞ്ഞു. പറഞ്ഞില്ല, ലൗഡ് സ്പീക്കർ വെച്ചില്ല, മൈക്കിനകത്തൂടെ പറഞ്ഞില്ല, എന്നവൻ ഹൃദയത്തിൽ പറഞ്ഞു.
കണ്ടോ, പ്രൗഡ് സ്റ്റാർട്ടിങ് ഫ്രം ദ ഹാർട്ട്. Amen. We can see another example of Lucifer. He started to say inside his heart, I will climb, I will put my throne. He didn't say anything outwardly, but he started to say inside his heart, I will. The failure The started. danger of prosperity, The danger of the prosperity. peril of prosperity. The peril of prosperity. എന്താ? ഹൃദയത്തിനകത്ത് നിഗളം ഉണ്ടാകാനായിട്ടുള്ള സാധ്യത Hallelujah. ഉണ്ടാവുന്നല്ല, സാധ്യത ഉണ്ട്. There is a possibility to start a spiritual pride inside our heart. നമ്മുടെ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ധനത്തിന്റെ വഞ്ചന. ഒരു പ്രയോഗമുണ്ട്, ഡിസീറ്റ്ഫുൾനെസ് ഓഫ്. Deception of wealth. ധനത്തിന്റെ വഞ്ചന. അതിന്റെ അർത്ഥം എന്നാ? ഈ അങ്ങനെ ഇതിനോടുള്ള സ്നേഹം കൂടി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, വചനത്തെ ഇതങ്ങ് ഞെരുക്കിയിട്ട് പിന്നെ ഇത് കേൾക്കില്ല. മനസ്സിലാവുന്നോ? The love of money. എവിടെ വാക്യം കിടക്കുന്നേ? മാർക്ക് 4:19. Amen. The deceitfulness of riches. Amen. Hallelujah. The deceitfulness of riches will choke the word of God. മറ്റൊരു കാര്യം കൂടെ പറയാം. Hallelujah. Hallelujah. ഈ ആത്മീയ അഭിവൃദ്ധിയും Amen. മെറ്റീരിയൽ അഭിവൃദ്ധിയും എത്ര പേരെ നശിപ്പിച്ചിട്ടുണ്ടെന്നറിയോ? Hallelujah. And I would like to tell another thing, the spiritual prosperity and also the wealth, these two factors distracted so many souls. ഞാൻ പറഞ്ഞത് ഒരു സാധ്യതയാണ്, ഉറപ്പായിട്ട് അങ്ങനെ ഉണ്ടാവണമെന്നില്ല, അല്ലേ? പോസിബിലിറ്റിയാ. This is a possibility. പ്രഷറും കൊളസ്ട്രോളും ഷുഗറും ഉള്ളവരെ കാണുമ്പോൾ ഡോക്ടറെ അറ്റാക്കിനുള്ള സാധ്യത വരണമെന്നില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണിത്. There is a possibility. This is not a mandate. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ Hallelujah. ആ പാഠം മനസ്സിലാവുന്നോ? Hallelujah. ആദ്യത്തെ ഭാഗം ഭയങ്കര നന്മയായിരുന്നു. Hallelujah. കർത്താവ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നു പണമായി, എല്ലായി, കഴിവായി, ആരുടെ മുന്നിൽ കുനിയേണ്ട കാര്യമില്ല. എ പ്രൗഡ് ലുക്ക് ഈസ് ദ സൈൻ ഓഫ് പ്രൗഡ് ഇൻ യുവർ ഹാർട്ട്. Hallelujah. Actually, do not ever think that whenever you became materially rich, do not be proud. A haughty eye will start to come out. പണ്ടൊരു അമ്മച്ചി പറഞ്ഞേ, ഒരു പൂർ അമ്മച്ചിയായിരുന്നു. അമ്മച്ചി പറഞ്ഞു, ചില പൈസ ഉണ്ടായിരുന്നെങ്കിൽ ബൈബിളും ഒക്കെ മേടിച്ച് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കായിരുന്നു, ഗോസ്പൽ ലിറ്ററേച്ചറൊക്കെ മേടിച്ച് കൊടുക്കായിരുന്നു ഒരു അമ്മച്ചി പറഞ്ഞു. പൈസ ഇല്ല അമ്മച്ചി പറയാ. An old woman, she was very poor. At that time, she was saying, if I became rich, I could have purchased certain Bibles and distributed it. തന്റെ മോളോടായി പറയുന്നതല്ല, She was sharing this desire to her daughter. നടന്നാണെന്ന് അറിയത്തില്ല കേട്ടോ. I'm not too sure whether this is a happened story. ഈ മോള് വളർന്ന് വലിയ ഡോക്ടറൊക്കെ ഇഷ്ടം പോലെ പൈസയായി. This daughter grew old and she became a doctor and they became really rich. അന്നേരം മോൾ അമ്മയോട് പറഞ്ഞു, Daughter told her mother, മമ്മ ചെറുപ്പത്തിൽ പറയുമായിരുന്നില്ല, പൈസ ഉണ്ടായിരുന്നു ഗോസ്പൽ ട്രാക്ട് ഒക്കെ മേടിച്ച് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കായിരുന്നു, അല്ലെ ആരെങ്കിലും ഒക്കെ സഹായിക്കായിരുന്നു പറഞ്ഞു. ഇപ്പൊ എന്നെ കൊടുക്കാത്ത പൈസ ഉണ്ടല്ലോ എന്ന് ചോദിച്ചു. the daughter asked the mother, Mom, you told me while I was young, when I became rich, I am going to buy Bibles or tracts and try to distribute. But why are you not doing it right now? അമ്മച്ചി പറയാ, അന്ന് മനസ്സുണ്ടായിരുന്നു, പണമില്ലായിരുന്നു. ഇന്ന് പണമുണ്ട്, മനസ്സ് പോയെന്ന് പറഞ്ഞു. She replied and answered, at that time I have a desire, but I didn't have money. But now I have money, but I do not have the desire. എല്ലാരും അവരോട് തന്നെ നോക്കി, എങ്ങനെയുണ്ട് ഇപ്പൊ ഹൃദയം? Hallelujah. Hallelujah. നമ്മളൊക്കെ ഇങ്ങനെ പറഞ്ഞൊരു കാലമല്ലേ, പൈസ ഉണ്ടായിരുന്നെങ്കിൽ. Hallelujah. അമ്മച്ചിയുടെ കുഴപ്പമില്ല, ഞാൻ എല്ലാവരുടെയും കൂടെ കാര്യം അമ്മച്ചിയാക്കി അങ്ങ് പറഞ്ഞ. Hallelujah. Let us all examine and think whether this can be related to each one of us. ഉസിയാവിന്റെ ഒരു സൈഡിലെ വേയിങ് മിഷൻ ഇങ്ങനെ ടോപ്പായിട്ട് നിൽക്കുകയാണ്. ആരും കാണാത്ത അകത്ത് നികളം വളർന്നു 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 വരികയാണ്. We can see here there is a balance, and this balance is one side due to pride, it is becoming up and up and up, and the other side due to his pride, the other side is lowering down. എനിക്ക് ഒത്തിരി കാര്യം പറയാനുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ച് വേണം ജീവിക്കാൻ. അങ്ങനെയല്ലേ പറഞ്ഞു പോകാൻ പറ്റുള്ളൂ. ഒത്തിരി ഈ നിഗളിക്ക് വലിയ കൃപയൊന്നും വേണ്ട, ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയാം. ഒന്ന് താഴണമെങ്കിൽ കൃപ വേണം, വേണ്ടേ? അതിന് പ്രത്യേക കൃപ വേണം. We do not need any grace to be proud, but we do need abundance of grace to be humble. കർത്താവിനെ ആദ്യം സേവിച്ചപ്പം
സെക്കരിയാവ് പറഞ്ഞതെല്ലാം കേട്ടു ഉസിയാവ് അല്ലേ? Amen. ഒരു പ്രവാചകൻ, അൺനോൺ പ്രോഫറ്റ്, പറഞ്ഞത് മുഴുവൻ കേട്ടു. When he became a king, he listened to an unknown prophet everything. And he followed, seeked after God, everything. എന്നാൽ ഇനി 17-ാമത്തെ വാക്യം നോക്കിയാൽ നിഗളമായി കഴിഞ്ഞപ്പം വേഴ്സ് 17. Let us look into verse 17. When he became proud. ഇതൊരു അൺനോൺ പ്രോഫറ്റ് അല്ല, അവിടുത്തെ ലേവി കുടുംബത്തിലെ പുരോഹിതനാണ്. അസരിയ പുരോഹിതനും 81 പുരോഹിതന്മാരും തടഞ്ഞു, ചെയ്യരുതെന്ന് പറഞ്ഞു. പക്ഷേ നിഗള അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ, ആരെ അനുസരിക്കുകയല്ല. അതാണ് അതിന്റെ അപകടം. Here we can see Azariah. This priest was a non-priest, and also along with him 80 priests of the Lord, valiant men, opposed Uzziah and warned him, do not do the thing you are going to do. ഇനി എന്നെ കേട്ടോ, ഞാൻ ആരംഭത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു, മെറ്റീരിയൽ പ്രോസ്പെരിറ്റി has the potential to make you proud and overstep your boundaries. പറഞ്ഞില്ലേ? അതേ കാര്യമല്ലേ ഈ വാക്യത്തിനകത്ത് 17-ാം വാക്യം. തന്നെ പ്രൗഡാക്കിയെന്ന് മാത്രമല്ല, ദൈവം പുരോഹിതന്മാർക്ക് മാത്രം വെച്ചിരുന്ന ആ ശുശ്രൂഷയിലേക്ക് ഇവൻ ഓവർസ്റ്റെപ്പ് ചെയ്തു. First I mentioned that material blessings will make us to cross certain boundaries. Here we can see King Uzziah was not only becoming proud, but he started to cross certain boundaries which was set apart for only the priests. 16-ാം വാക്യത്തിനകത്തൊരു പദമുണ്ട്, കുറ്റം ചെയ്തു. അത് ഇംഗ്ലീഷ് അങ്ങനെ ക്ലിയർ ആയിട്ട് കാണുന്നില്ല. കുറ്റം ചെയ്തു. He acted corruptly. 18-ാം വാക്യത്തിനകത്ത് 2 പദമുണ്ട്, നിനക്കിത് വിഹിതമല്ല. Here It is not for you. Amen. വീണ്ടും 18-ാം വാക്യത്തിനകത്തോട് ഇത് ലംഘനമാകുന്ന 3 പദം, കുറ്റം നിനക്ക് വിഹിതമല്ല, ഇത് ലംഘനമാകുന്നെന്ന് 81 പേര് പറഞ്ഞിട്ട് കേട്ടില്ല. പണ്ട് ഒരുവൻ പറഞ്ഞപ്പോ കേട്ടവനാണ്. മനസ്സിലാവുന്നോ? Here we can see 81 plus 1 king, main priest are warning King Uzziah, do not do. But King Uzziah was not paying any attention. But in the beginning of King Uzziah's life, he was listening very carefully, a prophet. കർത്താവ് നമ്മളെ പല നിലയിൽ വിലക്കുമ്പോൾ അതനുസരിക്കാൻ മനസ്സില്ലെങ്കിൽ ഓർത്തോണം, നമ്മുടെ നെറ്റിയിൽ വെളിപ്പെടാനിരിക്കുന്ന കുഷ്ഠം അകത്തുണ്ടെന്നുള്ളതിന് തെളിവാണത്. Hallelujah. If we are being warned by several areas or by several people or by several incidents, if we are not giving any attention to that incidents, then whatever sins are inside in your heart, it will come outside in your forehead. Pride closes your ears to the advice of others sent by God. Amen. 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 അങ്ങനെ വല്ലതും നമുക്ക് അനുഭവം ഉണ്ടാകാറുണ്ടോ? Pride closes our ears to the advice of others sent by God. Amen. If God was sending certain other people to tell you something, the proud heart will close your ears and you will not pay any attention to anyone. നമ്മളെ ആരെങ്കിലും കറക്റ്റ് ചെയ്യുമ്പോൾ അവരോട് കോപിക്കുന്നത് നിഗളത്തിന്റെ ലക്ഷണമാണെന്നാണ് ഉസിയാവിന്റെ പാഠം. അല്ലേ? 17-ാം വാക്യം അങ്ങനല്ലേ? സെക്കരിയാവ് എന്ന ഒരുവൻ പറഞ്ഞപ്പോ കേട്ടവൻ 81 പേര് പറഞ്ഞിട്ട് കേട്ടില്ല. അദ്ദേഹം അൺനോൺ പ്രോഫറ്റ് ആയിരുന്നു. ഇവര് വെരി ഫേമസ് ആണ് യെരുശലേമിൽ. ഓർക്കണം, വ്യത്യാസം പിടികിട്ടിയോ? എന്നിട്ടും കേട്ടില്ല. Always pride overstep the boundaries which was drawn by God. Amen. Proud is causing here. We can see that pride feeling causing him to stop hearing this 80 plus 1 main priest was telling, but he was paying much attention before to the prophet. അടുത്തൊരു സെന്റൻസ്, unwillingness Amen. to listen to a correction is always a sign of pride. Amen. Unwillingness to correction is always a sign of pride. നമ്മുടെ സംസാരത്തിന്റെ കാര്യമോ, Amen. നമ്മുടെ പെരുമാറ്റത്തിന്റെ കാര്യമോ, നമ്മുടെ ഇടപാടിന്റെ കാര്യമോ, Hallelujah. ദൈവവചനത്തിലൂടെയോ ദൈവത്തിന്റെ ദാസന്മാരിലൂടെയോ ഗോഡ്ലി പീപ്പിളിലൂടെയോ ദൈവം നമ്മോട് പറയുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് എ സൈൻ ഓഫ് പ്രൗഡ്. Amen. Unwillingness to correction. Whenever we are being warned by certain men of God or through certain incidents, if we are unwilling to do any correction in our life, it is truly a sign of proud. 19-ാം വാക്യം, ധൂപകലശം പിടിച്ചുകൊണ്ട് ഉസിയാവ് കോപിച്ചു. ഒരു റൈറ്റിംഗിൽ ഒരു ജൂവിഷ് ഹിസ്റ്റോറിയൻ എഴുതിയേക്കുന്നത്
പുരോഹിതന്മാരോട് പറഞ്ഞു മാറിക്കല്ല നിന്നെയല്ല ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞെന്നാണ് ജോസിഫസ് എഴുതി വെച്ചേക്കുന്നത്. ഞാൻ അതിൻ്റെ ഡോക്യുമെൻ്റ് എഴുതിക്കൊണ്ടാണ് വന്നേക്കുന്നത്, സമയമില്ല. കൊല്ലുമെന്ന് പറഞ്ഞു. But Uzziah, with a censer in his hand for burning incense, was enraged. ധൂപകലശം പിടിച്ചോണ്ട് ഉസിയാവ് കോപിച്ചു. അവൻ പുരോഹിതന്മാരോട് കോപിച്ചു കൊണ്ടിരിക്കുകയിൽ തന്നെ, കണ്ടോ, മുമ്പേ ദൈവത്തെ സീക്ക് ചെയ്തുകൊണ്ടിരുന്നാണ് വായിക്കുന്നത്, ഇപ്പൊ എന്നാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരു സൈഡും മറ്റു സൈഡും വ്യത്യാസം പിടിയോ? And while he was enraged, beforehand we are seeing that he was interesting or seeking after God, but here he is becoming mad and he was enraged with the priest. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പം പുരോഹിതന്മാരോട് കോപിച്ചിരിക്കുമ്പോൾ യഹോവയുടെ ആലയത്തിൽ ധൂപപീഠത്തിന്റെ അരികെ വെച്ച്, അവിടെ കയറാൻ അനുവാദമില്ല, അരികെ വെച്ച് പുരോഹിതന്മാർ കാണുക അവന്റെ നെറ്റിമേൽ കുഷ്ഠം പൊങ്ങി. The leprosy broke out on his forehead before the priest in the house of the Lord, beside the altar of incense. കോപിച്ചുകൊണ്ടിരുന്നപ്പം കുഷ്ഠം എന്ത് ചെയ്തു? When he became enraged, ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോ പ്രോസ്പെരിറ്റി ഉണ്ടായിക്കൊണ്ടിരുന്നു, കോപിച്ചുകൊണ്ടിരുന്നപ്പം കുഷ്ഠം എന്ത് ചെയ്തു? പൊങ്ങി. When he seeked after God, prosperity followed. But when he became proud, leprosy started to show up. ഭയത്തോടെ സെന്റൻസ് പറയാം, ഹൃദയത്തിലെ നിഗളം മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ദൈവം നെറ്റിയേൽ വരുത്തും. Hallelujah. If there is pride in your heart, if you didn't repent, then that pride will show up on your forehead. God will cause the pride in your heart to be manifested in your forehead. Amen. അതുകൊണ്ട് നമുക്ക് ഹൃദയത്തിൽ നിന്ന് കളയാം. ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ഹൃദയത്തിൽ നിന്ന് കളയാം. തമ്പുരാൻ നെറ്റിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഉപശാന്തിയില്ല, പിന്നെ പരാജയമാണ്. ഉസിയാവിന്റെ അവസാനം പിന്നെ മടങ്ങി വന്നതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. We can see here an utter failure. Uzziah didn't get a time to repent and come back. ഒരു ആത്മപരിശോധന നടത്താമോ? Hallelujah. ഒരു സെൽഫ് എക്സാമിനേഷൻ നടത്താമോ? Let us examine ourselves. Deal with your pride in your heart before God brings it out. Amen. അകത്ത് വെച്ച് തന്നെ അതിനെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ കർത്താവ് പുറത്ത് കൊണ്ടുവരും. If you carry pride in your heart, bring it outside. Otherwise, God will cause it to come out. പെട്ടെന്ന് നിർത്താം. എനിക്ക് വളരെ കാര്യം പറയാം. ഞാനൊരു ജോസിഫസിന്റെ ഒരു ചരിത്രമൊക്കെ നോട്ട് ചെയ്ത് വെച്ചായിരുന്നു. Hallelujah. ഈ കുഷ്ഠം മുങ്ങിയപ്പോൾ എങ്ങനെ കണ്ടെന്നറിയാമോ? ജോസിഫസ് തന്റെ ഹിസ്റ്ററി ബുക്കിനകത്ത് എഴുതിയേക്കുന്നത്, ആ ധൂപകലശം പിടിച്ചോണ്ട് അവിടെ നിന്നപ്പം ആ നിന്ന സ്ഥലത്തിന്റെ ആ ഭിത്തി ഇങ്ങനെ പൊട്ടിപ്പോയി. Josephus, I actually took that writing. History was mentioning that how they saw, because they were standing on one side and that wall has a crack, and through that crack they were seeing. ആ ക്രാക്കിനകത്തൂടെ സൺലൈറ്റ് വന്നു. Oh, through that crack sunlight came in. കൃത്യം തന്റെ ഫോർഹെഡിൽ അടിച്ചപ്പോ പുരോഹിതന്മാരെ കണ്ടു, ദേ കുഷ്ഠം, അന്നേരം പുറത്തിറക്കി അവനെ അവിടുന്ന്. മരണകരമായ പാപമാണെന്ന് എഴുതി വെച്ചേക്കുന്ന നമ്പേഴ്സിനകത്ത്. Hallelujah. With the wall cracked and sunlight lit in, and it started to show the leprosy on his forehead, and the priest saw that and made him to come out, and they closed the temple. നിങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ രാജാക്കന്മാർക്ക് അരികെ അടക്കിയെന്ന്, അതിന്റെ ഒറിജിനൽ അർത്ഥം രാജാക്കന്മാരെ അടക്കുന്നിടത്ത് അടക്കിയില്ല, മാറ്റി അടക്കിയെന്നതിന്റെ അർത്ഥം. ആ സെയിം പ്ലേസ് കൊടുത്തില്ല. ഇനി ഒരു സങ്കട വാർത്ത തന്നെ അറിയാമോ? മിരിയാം കൺഫസ് ചെയ്തു, കർത്താവ് ക്ഷമിച്ചു. റൈറ്റ്? We can see another example. Miriam got leprous, but she confessed and Jehovah forgave her. ഒരു ജെരോബയാം എന്ന് പറഞ്ഞൊരു കിങ് വേണ്ടാത്ത ആലയത്തിൽ കാണിച്ചപ്പോ കൈ വരണ്ടു പോയി, ഡ്രൈഡ് അപ്പ് എന്ന് വായിക്കുന്നുണ്ട്. King Jeroboam, when he did something which is not supposed to do, his hand became withered. പക്ഷേ അനുഭവിച്ചു കഴിഞ്ഞപ്പോ കൈ നോർമലായി. Then when he repented, his hand became straight. എന്നാ പ്രൈഡിന്റെ അപകടം മനസ്സിലായോ? റിപ്പന്റ് ചെയ്തില്ല. But the pitfall of pride is there is no point of return. There is no repentance. അതുകൊണ്ട് താഴ്മയോടെ കൃപയോടെ വേണം നമ്മുടെ ഈ ചെറിയ ജീവിതം ഈ ഭൂമിയിൽ നയിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ. ഉസിയാവിന്റെ ആദ്യമാണ് ഫോളോ ചെയ്യാം. Seek after God and please God. God will make you prosper. Amen. So God resists the proud, but he gives grace to the humble. So let us humble ourselves so that we can get the help in time of need. Amen. Hallelujah. Thank you so much.